മതി മതി, ഇവിടെ വരെ പോവുള്ളൂ. വേണേൽ ഇറക്കി നോക്കാം. എന്തിനാ എന്റെ ഇഷ്ടം വെറുതെ കല്ലേ കടിച്ച് പല്ല് കളയുന്നേ? ആക്സിൽ ഒടിഞ്ഞു പോയാലേ ഇവിടെ കടന്നു പോയുള്ളൂ. ഒക്കെ കയറണേ കൈ കൊണ്ടുവരുന്നു. അതെ, ഞങ്ങൾക്ക് ജോലി ഉണ്ടാക്കല്ലേ എന്റെ ആശാനെ. ഇത് ഭാസി നീ പറഞ്ഞതിനെക്കാട്ടി സ്റ്റൈലാണല്ലോടാ. ആണോ? ആ എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ലൊക്കേഷൻ ആണോ? എടാ മരത്തലയാ, നിനക്ക് ഇതിനെ പറ്റിയൊക്കെ എന്തെങ്കിലും അറിഞ്ഞിട്ടാണ് പറയുന്നത്. നീ ഉണ്ടായി. ഏയ് വെയിറ്റ് വെയിറ്റ് വെയിറ്റ്. നളിനിയേ ആ വന്നെന്ന് തോന്നുന്നു. ആ സീയറിനെ വിളിക്ക്. ശ്രീധര, ആ വാ വാ. എനിക്ക് ഇങ്ങനെ ഒരു കാറിന്റെ ഹോൺ കേട്ടോ എന്ന് സംശയം തോന്നി. എന്താ മുന്തിരിങ്ങ? അപ്പൂപ്പ, ഇവരൊക്കെ എല്ലാരും എന്റെ കൂടെ പഠിക്കുന്നവരാ. സേമിയർ. അപ്പൊ എല്ലാവർക്കും പരീക്ഷ കഴിഞ്ഞു. വെരി ഗുഡ്. ഞാൻ വിചാരിച്ചു നിങ്ങളൊരു 7-8 പേര് കാണുമെന്ന്. അസലായി. എങ്കിലും അപ്പൂപ്പനോടൊന്ന് താമസം മാറ്റിയനെ. അപ്പൂപ്പ അവൻ രഞ്ജിത്ത് മേനോൻ, അങ്ങ് വടക്ക് ചങ്ങനാശ്ശേരിക്കടുത്താ. ഓഹോ, ഇതെന്താ? ഇതൊരു ക്യാമറ. അദ്ദേഹം ക്യാമറാമാൻ കം ഫിലിം ഡയറക്ടർ കം ഫിലിം റൈറ്റർ കം ഫിലിം എഡിറ്റർ കം ഫിലിം ആവണം എന്നുള്ള വാശിയില്ല. മെഡിസിന് പഠിക്കുന്നത് വീട്ടുകാരുടെ സ്വല്ല കാരണോ. അപ്പൊ കൈ വന്ന് പെടുന്ന രോഹിയുടെ കാര്യം കുശാലായി. ഇവൻ ലോപ്പസ് കൂത്താട്ടുളംകാരനാ, ഗൾഫ് ബേബിയാ. ഈ ടെസ്റ്റ് ട്യൂബ് ശിശു എന്നൊക്കെ പറയുന്ന പോലെ. ഇത് കൃഷ്ണൻകുട്ടി. ഹലോ. ഇവനെ മാത്രമേ കൂട്ടത്തിൽ വിശ്വസിക്കാൻ കൊള്ളൂ. പാവാ. ഇവന്മാര് രണ്ടും അപ്പൂപ്പ. ചെത്തി ചെത്തി. വാ 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 വാ. ആഹാ, ഇതൊരു ഡോർമിറ്ററി ലൈനിലാണല്ലോ അമ്മാവൻ കാച്ചിരിക്കുന്നത്. അപ്പൊ ഇനി 4 പേർക്ക് എന്ത് ചെയ്യും? അത് സാരമില്ല, 4 കെട്ടിലൊക്കെ മാറ്റിക്കളയാം. കൂടുതൽ സ്പേസും കിട്ടും. എന്ത് സ്പേഷ്യസാ. ഒരു ട്രോളി ഇടാം. ആ തുടങ്ങി. അപ്പൊ ആദ്യം എല്ലാരും ഒന്ന് കുളിക്കുക, കുളമുണ്ട്, എന്നിട്ട് ഭക്ഷണം. അല്ല, ഒന്ന് റിവേഴ്സ് ചെയ്യണം. ആദ്യം വല്ലതും ഭക്ഷിക്കുക, എന്നിട്ട് കുളി. വിശപ്പുണ്ട്. ആ അത് പറ. എങ്കി വാ, ആദ്യം വിശപ്പ് മാറാം. അല്ല ഭാസി, നീയല്ലേ പറഞ്ഞ അടുത്ത് കടലുണ്ട് അവിടെ കുളിക്കാമെന്ന്? കുളിക്കാം. പിന്നെന്താ ഒരു കുളത്തിന്റെ വർത്താനം കേട്ടത്? വർത്താനല്ലേ കേട്ടുള്ളൂ, കുളിച്ചില്ലല്ലോ. ഇല്ല, നീ വാട ഇങ്ങോട്ട്. കടലിൽ കുളിക്കല്ലേ വേണ്ടൂ, നമുക്കത് സാധിക്കാം. താൻ വാടോ ധൃതി വെക്കാതെ. നടക്കട.